Bharathiar University SDE BA English second year, core paper number 3, poetry. Writing a poem is discovering. റോബർട്ട് ഫ്രോസ്റ്റ്. ഒരു കവിത എഴുതുന്നത് കണ്ടെത്തലാണ്. റോബർട്ട് ഫ്രോസ്റ്റ്. സ്റ്റോപ്പിംഗ് ബൈ ദ വുഡ്സ് ഓൺ എ സ്നോയി ഈവനിങ്. റോബർട്ട് ഫ്രോസ്റ്റ്. Pre-reading activities. Try to write another poem keeping the theme of stopping by the woods on a snowy evening in mind. സ്റ്റോപ്പിംഗ് ബൈ ദ വുഡ്സ് ഓൺ എ സ്നോയി ഈവനിങ് എന്നുള്ള ഈ ഒരു പോയത്തിൻ്റെ തീം മനസ്സിൽ വെച്ചുകൊണ്ട് ആ തീമിൽ മറ്റൊരു പോയം എഴുതാനാണ് പറയുന്നത്. മേക്ക് എ നോട്ട് ഓഫ് ദ കോഴ്സ് ഓഫ് വേർഡ്സ് മെയ്ഡ് ബൈ റോബർട്ട് ഫ്രോസ്റ്റ്. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ വാക്കുകളുടെ വേർഡ്സിൻ്റെ കോഴ്സിനെ കുറിച്ചൊരു നോട്ട് തയ്യാറാക്കാൻ. കോഴ്സ് ആണോ ചോയ്സ് ആണോ ഡൗട്ടുണ്ട്. ഒരു എച്ച് വിട്ടുപോയതാവാം. ആ വേർഡ്സിൻ്റെ ചോയ്സ്, ആ വേർഡ്സിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത, അതൊരു നോട്ട് ആക്കാനാണ്. ഇൻട്രൊഡക്ഷൻ. ദിസ് ഈസ് എ പോയം ടു ബി മാർവെൽഡ് അറ്റ് ആൻഡ് ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ്, like a big stone, like a body of water, like a strong economy. However, it was forged. It seems that once made, it has always been there. Frost claimed that he wrote it in a single nighttime sitting. It just came to him. Perhaps one hot, sustained burst is the only way to cast such a complete object, in which form and content, shape and meaning are alloyed inextricably. One is tempted to read it, not quietly in recognition of its splendor and multivalent meaning, and just move on. ഈ പോയം ഒരു മാർവൽ ചെയ്യേണ്ട, ഒരു അതിശയിപ്പിക്കേണ്ട കവിതയാണ്. ഒരു വലിയ കല്ല് പോലെ, ഒരു ജലാശയം പോലെ, ശക്തമായ സമ്പദ് വ്യവസ്ഥ പോലെ അത് കെട്ടിച്ചമച്ചതാണെങ്കിലും ഒരിക്കൽ ഉണ്ടാക്കിയപ്പോൾ അത് എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നതായി തോന്നുന്നു. ഒറ്റ ഒരു നൈറ്റിലുള്ള ഒരു ഇരുത്തത്തിലാണ് താനിത് എഴുതിയത് എന്ന് ഫ്രോസ്റ്റ് അവകാശപ്പെടുന്നു. രൂപവും ഉള്ളടക്കവും ആകൃതിയും അർത്ഥവും അഭേദ്യമായി കൂട്ടിച്ചേർത്ത ഒരു പൂർണ്ണമായ ഒബ്ജക്റ്റ് കാസ്റ്റ് ചെയ്യാനുള്ള ഒരേ ഒരു മാർഗം ഒരുപക്ഷെ ചൂടുള്ളതും സുസ്ഥിരവുമായ ഒരു പൊട്ടിത്തെറിയാണ്. ഇൻഎക്സ്ട്രിക്കബിളി, അഭേദ്യമായി. ഒരാളത് വായിക്കാൻ പ്രലോഭിപ്പിക്കപ്പെടുന്നു. അതിൻ്റെ മഹത്വവും ബഹുമുഖമായ അർത്ഥങ്ങളും തിരിച്ചറിഞ്ഞ് നിശബ്ദമായി തല കുലുക്കി മുന്നോട്ട് പോവുക. സ്പ്ലൻഡർ, തേജസ്. മൾട്ടിവാലൻ്റ്, ഒന്നിലധികം സംയോജതയുള്ള. ഒബ്ജക്റ്റീവ്സ്. ആഫ്റ്റർ റീഡിംഗ് ദിസ് ചാപ്റ്റർ യു വിൽ ബി ഏബിൾ ടു know how a poem begins in delight and ends in wisdom. ഈ ഒരു ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു പോയം ഡിലൈറ്റിൽ തുടങ്ങുകയും ആനന്ദത്തിൽ തുടങ്ങുകയും വിസ്ഡത്തിൽ അവസാനിക്കുകയും, വിസ്ഡം എന്ന് വെച്ചാൽ ജ്ഞാനം, അതിൽ അവസാനിക്കുകയും ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അണ്ടർസ്റ്റാൻഡ് ഹൗ നേച്ചർ പ്ലേസ് എ വിറ്റൽ റോൾ ഇൻ റോബർട്ട് ഫ്രോസ്റ്റ് പോയംസ്. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ പോയംസിലെ നേച്ചറും പ്രകൃതി ഒരു വിറ്റൽ റോള്, ഒരു സുപ്രധാനമായ റോള് എങ്ങനെയാണ് പ്ലേ ചെയ്യുന്നത് എന്നുള്ളതും മനസ്സിലാക്കാൻ കഴിയും. എബൌട്ട് ദ ഓഥർ. റോബർട്ട് ഫ്രോസ്റ്റ് വാസ് ബോൺ ഇൻ സാൻ ഫ്രാൻസിസ്കോ, കാലിഫോർണിയ on March 26, 1874. He was an American poet. He is highly regarded for his realistic depictions of rural life and his command of American colloquial speech. His work frequently employed themes from the early 1900s rural life in New England, using the setting to examine complex social and philosophical themes. A popular and often quoted poet, Frost was honored frequently during his lifetime, receiving 4 Pulitzer Prizes. His famous works were After Apple Picking, Acquainted with the Night, Fire and Ice, Mending Wall, The Road Not Taken, etc. അപ്പോൾ റോബർട്ട് ഫ്രോസ്റ്റ് 1874 മാർച്ച് 26 കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ ജനിച്ചു. അദ്ദേഹം ഒരു അമേരിക്കൻ പോയറ്റായിരുന്നു. ഗ്രാമീണ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യബോധത്തോടെയുള്ള ചിത്രീകരണത്തിനും
അമേരിക്കൻ സംസാര ഭാഷയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യത്തിലും അദ്ദേഹം ഏറെ ശ്രദ്ധിക്കപ്പെടുന്നു. കൊളോക്യൽ സംസാര ഭാഷ സങ്കീർണമായ സാമൂഹികവും ദാർശനികവുമായ തീമുകൾ പരിശോധിക്കുന്നതിനുള്ള ക്രമീകരണം ഉപയോഗിച്ച് 1900കളുടെ തുടക്കത്തിൽ ന്യൂ ഇംഗ്ലണ്ടിലെ ഗ്രാമീണ ജീവിതത്തിൻ്റെ തീമുകൾ അദ്ദേഹത്തിൻ്റെ കൃതികൾ പതിവായി ഉപയോഗിച്ചു. പ്രശസ്തനും പലപ്പോഴും ഉദ്ധരിക്കപ്പെടുന്നതുമായിട്ടുള്ള നമ്മുടെ പോയറ്റ് റോബർട്ട് ഫ്രോസ്റ്റ് തൻ്റെ ജീവിതകാലത്ത് 4 പുലിറ്റ്സർ പ്രൈസസ് നേടി ഹോണർ ചെയ്യപ്പെട്ടു, ആദരിക്കപ്പെട്ടു. അതായത് അദ്ദേഹത്തിന് 4 പുലിറ്റ്സർ പ്രൈസസ് കിട്ടിയിട്ടുണ്ട് എന്ന്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്ക്സ് ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ആഫ്റ്റർ ആപ്പിൾ പിക്കിംഗ്, അക്വൈൻറ്റഡ് വിത്ത് ദ നൈറ്റ്, ഫയർ ആൻഡ് ഐസ്, മെൻറ്റിംഗ് വാൾ, ദ റോഡ് നോട്ട് ടേക്കൺ, എക്സെട്ര. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ്. നെക്സ്റ്റ് ടെക്സ്റ്റ് ഓഫ് ദ പോയം ചെറിയൊരു പോയമാണ്. ഹൂസ് വുഡ്സ് ദീസ് ആർ ഐ തിങ്ക് ഐ നോ, ഹിസ് ഹൗസ് ഈസ് ഇൻ ദ വില്ലേജ് തോ, ഹി വിൽ നോട്ട് സീ മീ സ്റ്റോപ്പിംഗ് ഹിയർ to watch his woods fill up with snow. My little horse must think it queer to stop without a farmhouse near, between the woods and frozen lake, the darkest evening of the year. He gives his harness bells a shake to ask if there is some mistake. The only other sounds the sweep of easy wind and downy flake. The woods are lovely, dark and deep, but I have promises to keep, and miles to go before I sleep, and miles to go before I sleep. അപ്പം ഇവ ആരുടെ മരങ്ങളാണ് എന്ന് എനിക്കറിയാം. അവൻ്റെ വീട് ഗ്രാമത്തിലാണ്. ഞാൻ ഇവിടെ നിൽക്കുന്നത് അവൻ കാണുകയില്ല. അവൻ്റെ മരങ്ങൾ മഞ്ഞ് നിറയുന്നത് കാണാൻ. അതായത് ഈ മരങ്ങളൊക്കെ ആരുടെയാണെന്ന് എനിക്കറിയാം. ഞാനിവിടെ ഈ മരങ്ങളൊക്കെ മഞ്ഞ് നിറയുന്നത് കാണാൻ വന്നതാണ്. ഞാനിവിടെ നിൽക്കുന്നത് അവന് കാണില്ല. അവൻ്റെ വീട് വില്ലേജിലാണ്. എൻ്റെ ചെറിയ കുതിര അത് വിചിത്രമാണ് എന്ന് കരുതണം. ക്വിയർ, വിചിത്രം, സർപ്രൈസിങ് എന്നൊക്കെ. അടുത്തൊരു ഫാം ഹൗസ് ഇല്ലാതെ നിർത്താൻ. മരങ്ങൾക്കും തണുത്തുറഞ്ഞ തടാകങ്ങൾക്കുമിടയിൽ, തടാകത്തിനാണ് ഒരു തടാകമുള്ളൂ, ലേക്ക് എന്നാണ്. അപ്പം മരങ്ങൾക്കും തണുത്തുറഞ്ഞ തടാകത്തിനും ഇടയിൽ വർഷത്തിലെ ഏറ്റവും ഇരുണ്ട സായാഹ്നം. അപ്പം ഏറ്റവും ഇരുട്ടുള്ള ഒരു ഈവനിങ്ങിൽ എൻ്റെ കുതിര അവനെ എന്തുകൊണ്ട് ഫാം ഹൗസിൻ്റെ അടുത്ത് നിർത്തിയില്ല എന്നതിൽ അവൻ സർപ്രൈസിങ് ആണ്. അവൻ മീൻസ് ആ കുതിര. എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ അവൻ തൻ്റെ ഹാർനസ് ബെൽസ് കുലുക്കുന്നു. മറ്റൊരു ശബ്ദം അനായാസമായ കാറ്റിൻ്റെ തൂത്തുവാരലും മൃദുവായ ഫ്ലേക്സുമാണ്, അടരുകളുമാണ്. സ്വീപ്പ് തൂത്തുവാരുക, ഡൗണി സോഫ്റ്റ് മൃദുവായ, ഫ്ലേക്ക് അടരുകൾ. ഈ വുഡ്സ്, ഈ മരങ്ങൾ, ഈ കാടുകൾ മനോഹരമായതും ഇരുണ്ടതും ആഴമേറിയതുമാണ്. എന്നാൽ പാലിക്കാൻ എനിക്ക് വാഗ്ദാനങ്ങളുണ്ട്, പ്രോമിസസ് ഉണ്ട്. ഉറങ്ങുന്നതിന് മുമ്പ് ഒരുപാട് ദൂരം പോകാനുമുണ്ട്. സമ്മറി. On the surface, this poem is simplicity itself. The speaker is stopping by some woods on a snowy evening. He or she takes in the lovely scene in near silence, is tempted to stay longer, but acknowledges the pull of obligations and the considerable distance yet to be travelled before he or she can rest for the night. ഓൺ ദ സർഫസ്, അത് ഒന്ന് നോക്കുന്ന സമയത്ത് ഈ ഒരു പോയം വളരെ സിമ്പിളായിട്ടുള്ള ഒരു പോയമാണ്. നമ്മളെ സ്പീക്കർ, അതായത് ഈ പോയത്തിലുള്ള സ്പീക്കർ മഞ്ഞ് വീഴുന്ന ഒരു ഈവനിങ്ങിൽ, ഒരു സ്നോയി ഈവനിങ്ങിൽ കുറച്ച് മരങ്ങളുടെ ഇടയിൽ നിൽക്കുകയാണ്. അവൻ അല്ലെങ്കിൽ അവൾ, ആ സ്പീക്കർ സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളത് നമ്മളോട് പറയുന്നില്ല. അതുകൊണ്ട് അവൻ അല്ലെങ്കിൽ അവൾ നിശബ്ദതയിൽ മനോഹരമായ രംഗം എടുക്കുന്നു. കൂടുതൽ നേരം നിൽക്കാൻ പ്രലോഭിക്കപ്പെടുന്നു. എന്നാൽ അവൻ അല്ലെങ്കിൽ അവൾ രാത്രി വിശ്രമിക്കുന്നതിന് മുമ്പ് കടമകളുടെ വലയവും ഇനിയും സഞ്ചരിക്കേണ്ട ഗണ്യമായ ദൂരവും അംഗീകരിക്കുന്നു. ഒബ്ലിഗേഷൻസ്, ബാധ്യതകൾ. നെക്സ്റ്റ്, അനാലിസിസ് ഓഫ് ദ പോയം. Like the woods it describes, the poem is lovely but entices us with dark depths of interpretation. In this case,
It stands alone and beautiful. The account of a man stopping by woods on a snowy evening, but gives us a come hither look that begs us to load it with a full inventory of possible meanings. We protest, we make apologies, we point to the dangers of reading poetry in this way, but unlike the speaker of the poem, we cannot resist. അത് വിവരിക്കുന്ന കാടുകൾ പോലെ പോയം മനോഹരമാണ്, പക്ഷേ ഇരുണ്ട ആഴങ്ങളാൽ നമ്മെ വശീകരിക്കുന്നു. എൻഡൈസസ് വശീകരിക്കുന്നു. ഇവിടുത്തെ കേസിൽ അത് ഇൻ്റർപ്രട്ടേഷനാണ്, വ്യാഖ്യാനമാണ്. ആ പോയത്തിൻ്റെ വ്യാഖ്യാനം, അതിൻ്റെ ഡെപ്ത്, അതിൻ്റെ ആഴം കൊണ്ട് നമ്മളെ വശീകരിക്കുന്നു. മഞ്ഞുവീഴ്ചയുള്ള ഒരു സായാഹ്നത്തിൽ വനത്തിനരികിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ. അതിൻ്റെ വിവരണം മനോഹരമാണ്, പക്ഷേ സാധ്യമായ അർത്ഥങ്ങളുടെ പൂർണ്ണമായ ഇൻവെൻ്ററി ഉപയോഗിച്ച് അത് ലോഡ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്ന ഒരു വരവ് നമുക്ക് നൽകുന്നു. ഞങ്ങൾ പ്രതിഷേധിക്കുന്നു, ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. ഈ രീതിയിൽ പോയം വായിക്കുന്നതിൻ്റെ അപകട സൂചനകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ കവിതയുടെ പ്രഭാഷകനെ പോലെ, കവിതയുടെ സ്പീക്കറെ പോലെ നമുക്ക് എതിർക്കാൻ കഴിയില്ല. The last two lines are the true culprits. They make a strong claim to be the most celebrated instance of repetition in English poetry. The first, "and miles to go before I sleep," stays within the boundaries of literalness set forth by the rest of the poem. We may suspect, as we have up to this point, that the poem implies more than it says outright, but we can't insist on it. The poem has gone by so fast and seemed so straightforward. Then comes the second, "and miles to go before I sleep," like a soft yet penetrating gong. It can be neither ignored nor forgotten. The sound it makes is ah, and we must read the verses again and again and offer trenchant remarks and explain the ah in words far inferior to the poem. For the last, "miles to go," now seems like life. The last sleep now seems like death. അപ്പോൾ അവസാനത്തെ രണ്ട് വരികളാണ് യഥാർത്ഥ കുറ്റവാളികൾ, കൾപ്രിറ്റ്സ്, കുറ്റവാളികൾ. ഇംഗ്ലീഷ് പോയട്രിയിലെ ആവർത്തനത്തിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്ന്, അല്ലെങ്കിൽ ഏറ്റവും പ്രശസ്തമായ ഉദാഹരണങ്ങളിലൊന്ന് ഇതാണ് എന്ന് അവർ ശക്തമായ അവകാശവാദം ഉന്നയിക്കുന്നു. ആദ്യത്തെ "ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്" എന്നുള്ളതിൽ പോയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ നിർവചിച്ചിരിക്കുന്ന അക്ഷരീയതയുടെ അതിരുകൾക്കുള്ളിൽ നിൽക്കുന്നു. ലിറ്ററൽനെസ്, അക്ഷരീയത അല്ലെങ്കിൽ അക്ഷരാർത്ഥം. ഈ പോയിന്റ് വരെ കവിത വ്യക്തമായി പറയുന്നതിനേക്കാൾ കൂടുതൽ സൂചിപ്പിക്കുന്നുവെന്ന് ഞങ്ങൾ സംശയിച്ചേക്കാം. പക്ഷേ ഞങ്ങൾക്കതിൽ ഉറച്ചു നിൽക്കാൻ കഴിയില്ല. പോയം വളരെ വേഗത്തിൽ കടന്നുപോയി, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട്, വളരെ നേരായതായിട്ടുള്ളതായിട്ട് തോന്നി. സസ്പെക്റ്റ് സംശയിക്കുന്നു, ഇംപ്ലൈസ് ധ്വനിപ്പിക്കുന്നു. പിന്നീട് രണ്ടാമത്തെ "ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്" അത് വരുന്നു. ആ ഒരു ലൈൻ അത് വരുമ്പോൾ മൃദുവായ എന്നാൽ തുളച്ചു കയറുന്ന ഗോങ് പോലെ അത് അവഗണിക്കാനോ മറക്കാനോ കഴിയില്ല. ഗോങ്, മണി, അതുണ്ടാക്കുന്ന ശബ്ദം ആ എന്നാണ്. ഞങ്ങൾ വാക്യങ്ങൾ വീണ്ടും വീണ്ടും വായിക്കുകയും ക്രൂരമായ പരാമർശങ്ങൾ നൽകുകയും കവിതയേക്കാൾ താഴ്ന്ന വാക്കുകളിൽ ആ എന്നുള്ളത് വിശദീകരിക്കുകയും വേണം. ട്രെഞ്ചൻ്റ്, മൂർച്ചയുള്ള, തീക്ഷ്ണമായ. അവസാനത്തിലെ "മൈൽസ് ടു ഗോ" അത് ലൈഫാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ആ ലാസ്റ്റിലുള്ള "സ്ലീപ്പ്" എന്നുള്ളത് ഡെത്തിനെയും സൂചിപ്പിക്കുന്നു. The basic conflict in the poem, resolved in the last stanza, is between an attraction toward the woods and the pull of responsibility outside of the woods. What do woods represent? Something good, something bad? Woods are sometimes a symbol for wildness, madness, the pre-rational, the looming irrational. But these woods do not seem particularly wild. They are someone's woods, someone's in a particular. The owner lives in the village, but that owner is in the village on this, the darkest evening of the year.
So would any sensible person be. That is where the division seems to lie between the village or society, civilization, duty, sensibility, responsibility, and the woods, that which is beyond the borders of the village and all it represents. If the woods are not particularly wicked, they will possess the seed of the irrational, and they are at night dark, with all the varied connotations of darkness. അപ്പോൾ ഈ പോയത്തിലെ ബേസിക് കോൺഫ്ലിക്റ്റ്, അടിസ്ഥാന സംഘർഷം ലാസ്റ്റ് സ്റ്റാൻസയിലെ പരിഹരിച്ചു. അത് കാടിനോടുള്ള ആകർഷണവും കാടിന് പുറത്തുള്ള ഉത്തരവാദിത്വത്തിൻ്റെ പുള്ളും ഒരു വലിവും തമ്മിലുള്ളതാണ് അത്. ആ കാട്, ആ മരങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്, പ്രതിനിധീകരിക്കുന്നത് എന്താണ്? സംതിങ് ഗുഡ്, സംതിങ് ബാഡ്. കാട് ചിലപ്പോഴൊക്കെ ഒരു സിമ്പൽ ആവാറുണ്ട് ഫോർ വൈൽഡ്നെസ്, വന്യത, മാഡ്നെസ്, ഭ്രാന്ത്. ദ പ്രീ റാഷണൽ, യുക്തിക്ക് മുമ്പുള്ളത്, യുക്തിരഹിതമായത്. ഇതിനൊക്കെയാണ് വുഡ്സ്, കാട് എന്നുള്ളത് ചിലപ്പോൾ ഇതൊക്കെ സിംബലൈസ് ചെയ്യാറുണ്ട്. എന്നാൽ ഈ മരങ്ങൾ പ്രത്യേകിച്ച് വന്യമായി തോന്നുന്നില്ല. അത് ഒരാളുടെ വുഡ്സാണ്. അതിൻ്റെ ഓണർ വില്ലേജിൽ ജീവിക്കുന്നുണ്ട്, ഗ്രാമത്തിൽ ജീവിക്കുന്നുണ്ട്. എന്നാൽ ആ ഉടമ ഈ വർഷത്തിലെ ഏറ്റവും ഇരുണ്ട സായാഹ്നത്തിൽ വില്ലേജിലാണ്. വിവേകമുള്ള ഏതൊരു വ്യക്തിയും, സെൻസിബിളായിട്ടുള്ള ഏതൊരു പേഴ്സണും അങ്ങനെയായിരിക്കും. അവിടെയാണ് ഗ്രാമത്തിനും വുഡ്സിനുമിടയിലുള്ള, വനത്തിനുമിടയിലുള്ള ഡിവിഷൻ, വിഭജനം. വില്ലേജ് എന്നുള്ളതിന് ഓർ സൊസൈറ്റി, സമൂഹം, സിവിലൈസേഷൻ, നാഗരികത, ഡ്യൂട്ടി, സെൻസിബിലിറ്റി, റെസ്പോൺസിബിലിറ്റി, ഇതൊക്കെയാണ് വില്ലേജിനെ ഒരു പ്രതീകമായിട്ട് കണക്കാക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെയാണ് സൊസൈറ്റി, സിവിലൈസേഷൻ, ഡ്യൂട്ടി, സെൻസിബിലിറ്റി, റെസ്പോൺസിബിലിറ്റി. വുഡിൻ്റെ എന്താണെന്ന് വെച്ചാൽ ദാറ്റ് വിച്ച് ഈസ് ബിയോണ്ട് ദ ബോർഡേഴ്സ് ഓഫ് ദ വില്ലേജ് ആൻഡ് ഓൾ ഇറ്റ് റെപ്രസെൻറ്റ്സ്. ഗ്രാമത്തിൻ്റെ അതിരുകൾക്കപ്പുറമുള്ളതും അത് പ്രതിനിധീകരിക്കുന്നതുമായിട്ടുള്ള എല്ലാം, അതാണ് വുഡ്സ് പ്രതിനിധീകരിക്കുന്നത്. കാടുകൾ പ്രത്യേകിച്ച് ദുഷ്ടരല്ലെങ്കിൽ, വിക്കഡ്, ദുഷ്ടത, അവരിൽ ഇപ്പോഴും യുക്തിസഹമായിട്ടുള്ള ഒരു സീഡുണ്ട്, ഒരു വിത്തുണ്ട്. അവർ രാത്രിയിൽ ഇരുട്ടിലാണ്, ഇരുട്ടിൻ്റെ വിവിധ അർത്ഥങ്ങളോടെ. വാരീഡ്, വൈവിധ്യമാർന്ന, കൊണോട്ടേഷൻസ്, അർത്ഥങ്ങൾ. പാർട്ട് ഓഫ് വാട്ട് ഈസ് ഇറാഷണൽ അബൌട്ട് ദ woods is their attraction. They are restful, seductive, lovely, dark and deep, like deep sleep, like oblivion. Snow falls in downy flakes, like a blanket to lie under and be covered by. And here is where many readers hear dark undertones to this lyric. To rest too long while snowfalls could be to lose one's way, to lose the path, to freeze and die. Does this poem express a death wish considered and then discarded? Do the woods sing a siren song? To be lulled to sleep could be truly dangerous. Is allowing oneself to be lulled akin to giving up the struggle of prudence and self-preservation? Or does the poem merely describe the temptation to sit and watch beauty while responsibilities are forgotten, to succumb to a mood for a while? കാടുകളെക്കുറിച്ചുള്ള യുക്തിരഹിതമായ ഒരു ഭാഗം അവയുടെ ആകർഷണമാണ്. അവ ശാന്തമാണ്, മയക്കുന്നതാണ്, ലൗലിയാണ്, ഡാർക്കാണ്, ഇരുണ്ടതാണ്, ഡീപ്പാണ്, ആഴമേറിയതാണ്, ഗാഠനിദ്ര പോലെ, ലൈക്ക് ഒബ്ലിവിയൻ, മറവി പോലെ, ഒബ്ലിവിയൻ, മറവി. താഴെ കിടക്കാനും മൂടാനുമുള്ള ഒരു പുതപ്പ് പോലെ മഞ്ഞ് താഴേക്ക് വീഴുന്നു. ഇവിടെയാണ് പല വായനക്കാരും ഈ വരികൾക്ക് ഇരുണ്ട അടിവര നൽകുന്നത്. മഞ്ഞ് വീഴുമ്പോൾ കൂടുതൽ സമയം വിശ്രമിക്കുന്നത് ഒരാളുടെ വഴി നഷ്ടപ്പെടാൻ കാരണമാകാം. വഴി നഷ്ടപ്പെടാൻ, മരവിച്ച് മരിക്കാൻ. അതായത് മഞ്ഞിങ്ങനെ വീണുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ അപ്പോൾ വഴികൾ, അവിടെയൊക്കെ മഞ്ഞ് മൂടിക്കിടന്നിട്ട് വഴി ഇല്ലാതായി പോവും. അപ്പോൾ ആ കാടിനുള്ളിൽ നിന്നും പുറത്ത് കടക്കാൻ കഴിയാതെ തണുത്ത് അവിടെ കിടന്ന് മരിക്കാം എന്നുള്ള ആ ഒരു അർത്ഥമാണ് ഇവിടെ വരുന്നത്. ഈ പോയം ഒരു മരണ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ടോ?
അങ്ങനെ ഒന്ന് പരിഗണിക്കുകയും പിന്നീട് അവഗണിക്കുകയും ചെയ്തോ, അല്ലെങ്കിൽ പിന്നീട് ഉപേക്ഷിക്കുകയും ചെയ്തോ? ഡിസ്കാർഡഡ്, ഉപേക്ഷിച്ചു. കാർഡുകൾ സൈറന്റെ പാട്ടുപാടിയോ? ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നത് ശരിക്കും അപകടകരമാണ്. സ്വയം മയങ്ങാൻ അനുവദിക്കുന്നത്, സ്വയം ഉറങ്ങാൻ അനുവദിക്കുന്നത് വിവേകത്തിൻ്റെയും സ്വയം സംരക്ഷണത്തിൻ്റെയും പോരാട്ടം ഉപേക്ഷിക്കുന്നതിന് തുല്യമാണോ? അതോ ഉത്തരവാദിത്തങ്ങൾ മറന്നിരിക്കുമ്പോൾ സൗന്ദര്യം കാണാനുള്ള പ്രലോഭനത്തെ മാത്രമാണോ ഈ പോയം വിവരിക്കുന്നത്? അല്പനേരം ഒരു മാനസികാവസ്ഥയ്ക്ക് കീഴടങ്ങലാണോ? സക്കമ്പ്, കീഴടങ്ങുക. The woods sit on the edge of civilization. One way or another, they draw the speaker away from it and its promises, its good sense. Society would condemn stopping here in the dark, in the snow. It is ill-advised. The speaker ascribes society's reproach to the horse, which may seem at first a bit odd. But the horse is a domesticated part of the civilized order of things. It is the nearest thing to society's agent at this place and time, and having the horse reprove the speaker, even if only in the speaker's imagination, helps highlight several uniquely human features of the speaker's dilemma. One is the regard for beauty, often flying in the face of practical concern or the survival instinct. Another is the attraction to danger, the unknown, the dark mystery. And the third, perhaps related but distinct, is the possibility of the death wish or suicide. വുഡ്സ്, മരങ്ങൾ സിവിലൈസേഷൻ്റെ അരികിൽ ഇരിക്കുന്നു, നാഗരികതയുടെ അരികിൽ ഇരിക്കുന്നു. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവർ സ്പീക്കറെ അതിൽ നിന്നും അകറ്റുന്നു. ബ്രാക്കറ്റിലുള്ളത് അതിൻ്റെ വാഗ്ദാനങ്ങൾ, അതിൻ്റെ ഗുഡ് സെൻസ്, നല്ല ബോധം. ഇരുട്ടിൽ, മഞ്ഞിൽ ഇവിടെ നിർത്തുന്നത് സമൂഹം അപലപിക്കും, അത് മോശമായി ഉപദേശിക്കപ്പെടുന്നു. കണ്ടംന് അപലപിക്കുന്നു. സമൂഹത്തിൻ്റെ കുതിരയോടുള്ള ആക്ഷേപം അല്ലെങ്കിൽ നിന്ദ സ്പീക്കർ ആരോപിക്കുന്നു. ആദ്യം അല്പം വിചിത്രമായി തോന്നിയേക്കാം. അസ്ക്രൈബ്സ് ആരോപിക്കുന്നു, റിപ്രോച്ച് നിന്ദ. എന്നാൽ കുതിര എന്നത് പരിഷ്കൃതമായ കാര്യങ്ങളുടെ ഒരു ഇണക്കപ്പെട്ട ഭാഗമാണ്. ഈ സ്ഥലത്തും സമയത്തും സൊസൈറ്റിയുടെ, സമൂഹത്തിൻ്റെ ഏജൻറ്റിനോട് ഏറ്റവും അടുത്തുള്ളത് ഇതാണ്. ഡൊമസ്റ്റിക്കേറ്റഡ്, വളർത്തിയെടുത്തത്, അതായത് വീട്ടിലൊക്കെ വളർത്തുന്ന എന്ന തരത്തിലാണത്. കുതിര സ്പീക്കറെ ശാസിക്കുന്നത് അത് പ്രഭാഷകൻ്റെ ഈ സ്പീക്കറുടെ ഭാവനയിൽ മാത്രമാണ്. എന്നാൽ പോലും സ്പീക്കറുടെ ധർമ്മസങ്കടത്തിൻ്റെ നിരവധി സവിശേഷമായ മാനുഷിക സവിശേഷതകൾ എടുത്തു കാണിക്കുന്നു. റിപ്രൂവ്, ശാസിക്കുക, വഴക്ക് പറയുക എന്നർത്ഥം. ഡിലമ്മ, ധർമ്മസങ്കടം. ഇനി ആ ഹ്യൂമൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറയാണ്. ഒന്ന്, സൗന്ദര്യത്തോടുള്ള ആദരവാണ്. പലപ്പോഴും പ്രായോഗിക ആശങ്കയുടെയോ അതിജീവന സഹജാവബോധത്തിൻ്റെയോ പുറത്ത് പറക്കുന്നു. മറ്റൊന്ന്, ഡേഞ്ചറിലേക്കുള്ള ആകർഷണം, അപകടത്തിലേക്കുള്ള ആകർഷണം, അജ്ഞാതമായ ഇരുണ്ട നിഗൂഢത. മൂന്നാമത്തേത്, ഒരുപക്ഷെ ബന്ധമുള്ളതും എന്നാൽ വ്യത്യസ്തമായതുമാണ്. എന്താണെന്ന് വെച്ചാൽ അത് മരണാഭിലാഷമാണ്, അതായത് ആത്മഹത്യയുടെ. അപ്പോൾ ആത്മഹത്യയുടെ സാധ്യതയാണ്. ഇതാണ് മൂന്ന് കാര്യങ്ങൾ. ആ ഹ്യൂമൻ ഫീച്ചേഴ്സ് ഇത് മൂന്നുമാണ്. നോട്ട് ദാറ്റ് വി മസ്റ്റ് റിട്ടേൺ ടു ഓഫൻ ടു ദാറ്റ് ഡാർക്കസ്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ പോയം. ബ്യൂട്ടി അലോൺ ഇസ് എ സഫിഷ്യൻറ്റ് സൈറൺ, എ സഫിഷ്യൻറ്റ് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ഹർ സെഡക്ഷൻ, ഇസ് an unwillingness to give up on society despite the responsibilities it imposes. The line "and miles to go before I sleep" need not imply burden alone. Perhaps the ride home will be lovely too. Indeed, the line could be read as referring to Frost Carrier as a poet, and at this time he had plenty of good poems left in him. പോയത്തിൻ്റെ ഇരുണ്ട വ്യാഖ്യാനങ്ങളിലേക്ക് നമ്മൾ എപ്പോഴും മടങ്ങിപ്പോകണം എന്നല്ല. ഇൻ്റർപ്രിട്ടേഷൻ, വ്യാഖ്യാനം. സൗന്ദര്യം മാത്രം, ബ്യൂട്ടി മാത്രമാണ് സഫിഷ്യൻറ്റ് സൈറൺ. അവളുടെ വശീകരണത്തിനെതിരായ മതിയായ സംരക്ഷണം,
സമൂഹം ചുമത്തുന്ന ഉത്തരവാദിത്തങ്ങൾക്കിടയിലും അത് ഉപേക്ഷിക്കാനുള്ള മനസ്സില്ലായ്മയാണ്. ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്നുള്ള ലൈൻ അത് ബേർഡനെ മാത്രം, ഭാരത്തെ മാത്രം സൂചിപ്പിക്കേണ്ടതില്ല. ഒരു പക്ഷേ വീട്ടിലേക്കുള്ള ആ ഒരു റൈഡ് അത് മേ ബി ലവ്ലി ആയിരിക്കാം, അത് മനോഹരമായിരിക്കാം, അങ്ങനെയും ഉണ്ട്. ഇൻഡീഡ്, തീർച്ചയായും ഒരു പോയറ്റ് എന്ന നിലയിൽ, ഒരു കവി എന്ന നിലയിൽ ഫ്രോസ്റ്റിൻ്റെ കരിയറിനെ പരാമർശിക്കുന്ന ഒരു വരിയായി ഇതിനെ പറയാം. ഈ സമയത്ത് അദ്ദേഹത്തിൽ ധാരാളം നല്ല കവിതകൾ അവശേഷിച്ചിരുന്നു. അപ്പോൾ നെക്സ്റ്റ് റീക്യാപ്പ്. റോബർട്ട് ഫ്രോസ്റ്റ് വാസ് ബോൺ ഇൻ സാൻ ഫ്രാൻസിസ്കോ, കാലിഫോർണിയ, March 26, 1874. Frost was honored frequently during his lifetime, receiving 4 Pulitzer Prizes. His famous works were After Apple Picking, Acquainted with the Night, Fire and Ice, Mending Wall, The Road Not Taken, etc. The speaker of the poem is stopping by some woods on a snowy evening. The poem is lovely but entices us with dark depths of interpretation. The last 2 lines make a strong claim to be the most celebrated instance of reputation in English poetry. The basic conflict in the poem, resolved in the last stanza, is between an attraction toward the woods and the pull of responsibility outside the woods. The woods sit on the edge of civilization. The line "and miles to go before I sleep" need not imply burden alone. അപ്പോൾ റോബർട്ട് ഫ്രോസ്റ്റ് എന്നുള്ള നമ്മുടെ പോയറ്റ് 1874 March 26 കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ ജനിച്ചു. ഫ്രോസ്റ്റിന് 4 പുലിറ്റ്സർ പ്രൈസസ് കൂടെ അതായത് തുടരെ അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട്. ആഫ്റ്റർ ആപ്പിൾ പിക്കിംഗ്, അക്വൈൻറ്റഡ് വിത്ത് ദ നൈറ്റ്, ഫയർ ആൻഡ് ഐസ്, മെൻഡിങ് വാൾ, ദ റോഡ് നോട്ട് ടേക്കൺ, എക്സെട്ര. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ്. ഇനി പോയത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ പോയത്തിലുള്ള സ്പീക്കർ ഒരു സ്നോയി ഈവനിങ്ങിൽ, മഞ്ഞ് വീഴുന്ന ഒരു ഈവനിങ്ങിൽ, ഒരു സായാഹ്നത്തിൽ, ഒരു വൈകുന്നേരത്തിൽ കുറച്ച് മരങ്ങൾക്കിടയിൽ നിൽക്കുകയാണ്. ഈ പോയം മനോഹരമാണ്, പക്ഷേ വ്യാഖ്യാനങ്ങളുടെ ഇരുണ്ട ആഴങ്ങളിൽ അതിലേക്ക് നമ്മളെ എൻറ്റൈസസ് ചെയ്യുന്നു, വശീകരിക്കുന്നു. ഈ പോയത്തിലെ ലാസ്റ്റ് 2 ലൈൻസ് ഇംഗ്ലീഷ് പോയട്രിയുടെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും അധികം സെലിബ്രേറ്റഡ് ആയിട്ടുള്ള, ഏറ്റവും അധികം ഫേമസ് ആയിട്ടുള്ള റിപ്പീറ്റേഷൻ്റെ ഉദാഹരണമാണ്. ഈ പോയത്തിലെ ബേസിക് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ്, ബേസിക് ആയിട്ടുള്ള സംഘർഷം ലാസ്റ്റ് സ്റ്റാൻസയിൽ പരിഹരിക്കുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ അട്രാക്ഷൻ ടുവേർഡ്സ് വുഡ്സ്, മരങ്ങളോടുള്ള ഒരു ആകർഷണവും, അതുപോലെ പുൾ ഓഫ് റെസ്പോൺസിബിലിറ്റി ഔട്ട്സൈഡ് ദ വുഡ്സ്, ആ മരങ്ങളുടെ പുറത്തുള്ള അല്ലെങ്കിൽ ആ കാടിന് പുറത്തുള്ള റെസ്പോൺസിബിലിറ്റിയുടെ പുള്ളും അതും തമ്മിലുള്ള ഒരു സംഘർഷമാണ് ഈ ഒരു പോയത്തിലെ അടിസ്ഥാനം എന്ന് പറയുന്നത്. വുഡ്സ് എന്നുള്ളത്, കാട് എന്നുള്ളത് സിവിലൈസേഷൻ്റെ, നാഗരികതയുടെ അരികിലിരിക്കുന്നതാണ്. ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്നുള്ള ലൈനിൽ അതിൽ ഒരുപാട് ഭാരം സൂചിപ്പിക്കേണ്ടതില്ല. നെക്സ്റ്റ് ഗ്ലോസറി. ക്വിയർ, സർപ്രൈസിങ്, ഹാർനസ്, സ്ട്രാപ്പ് അപ്പ്, ഡൗണി, സോഫ്റ്റ്. അപ്പോൾ നെക്സ്റ്റ് ആക്ടിവിറ്റീസ്. സേ വെദർ ദ ഫോളോയിങ് സെൻറ്റൻസസ് ആർ ട്രൂ ഓർ ഫാൾസ്. ദ സ്പീക്കർ ഈസ് സ്റ്റോപ്പിംഗ് ബൈ സം വുഡ്സ് ഓൺ എ സ്നോയി ഈവനിങ്. അത് ട്രൂ ആണ്. സ്പീക്കർ ഒരു സ്നോയി ഈവനിങ്ങിൽ കുറച്ച് വുഡ്സിൻ്റെ ഇടയിൽ നിൽക്കുന്നു, അത് ട്രൂ ആണ്. ദ വുഡ്സ് സിറ്റ് ഓൺ ദ എഡ്ജ് ഓഫ് സിവിലൈസേഷൻ, അതും ട്രൂ ആണ്. വുഡ്സ്, കാട്, സിവിലൈസേഷൻ്റെ എഡ്ജിലിരിക്കുന്നു എന്നുള്ളതും ട്രൂ ആണ്. റോബർട്ട് ഫ്രോസ്റ്റ് വാസ് ബോൺ ഇൻ 1878, അത് ഫാൾസ് ആണ്. റോബർട്ട് ഫ്രോസ്റ്റ് ബോൺ ചെയ്തത് 1874 ഓക്കെ. ഫ്രോസ്റ്റ് റിസീവ്ഡ് 5 പുലിറ്റ്സർ പ്രൈസസ് ഇൻ ഹിസ് ലൈഫ് ടൈം, അത് ഫാൾസ് ആണ്. 5 അല്ല, 4 ആണ്. നെക്സ്റ്റ് മോഡൽ ക്വസ്റ്റ്യൻസ്. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ എ സെൻറ്റൻസ് ഓർ 2. വാട്ട് ഡിലൈറ്റഡ് ഫ്രോസ്റ്റ് ഓൺ ദ സ്നോയി ഈവനിങ്? ഫ്രോസ്റ്റിനെ മഞ്ഞ് വീഴുന്ന ആ സായാഹ്നത്തിൽ എന്താണ് ഡിലൈറ്റ് ആക്കിയത്, സന്തോഷവാനാക്കിയത് എന്താണ്? ആ സ്നോയി ഈവനിങ്ങിൽ വുഡ്സിൻ്റെ നടുവിൽ നിൽക്കുന്ന സ്പീക്കർ, ആ വുഡ്സിൻ്റെ ഓണർ വില്ലേജിലാണ്. അപ്പോൾ അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ വില്ലേജിലിരിക്കുന്ന ആ ഓണർ തന്നെ കാണുകയില്ല.
വാട്ട് ഡു ദ വുഡ്സ് ഇൻ ദ പോയം റെപ്രസെൻറ്റ്? ഈ പോയത്തിലെ വുഡ്സ് എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? വുഡ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ദാറ്റ് വിച്ച് ഈസ് ബിയോണ്ട് ദ ബോർഡേഴ്സ് ഓഫ് ദ വില്ലേജ് ആൻഡ് ഓൾ ഇറ്റ് റെപ്രസെൻറ്റ്സ്. നെക്സ്റ്റ്, വാട്ട് ഈസ് എ സ്പീക്കേഴ്സ് ഡിലമ്മ? എന്താണ് സ്പീക്കറിൻ്റെ ഡിലമ്മ, ധർമ്മസങ്കടം? അത് 3 കാര്യങ്ങളുണ്ട്. 1, ബ്യൂട്ടിയോടുള്ള ആരാധന. 2, അട്രാക്ഷൻ ടു ഡേഞ്ചർ, അപകടത്തോടുള്ള ആകർഷണം. 3, മരണാഭിലാഷത്തിനോടുള്ള സാധ്യത, പോസിബിലിറ്റി. Our next attempt an essay on the following: the significance of the poem Stopping by the Woods on a Snowy Evening in the Modern Times. അതായത് സ്റ്റോപ്പിംഗ് ബൈ ദ വുഡ്സ് ഓൺ എ സ്നോയി ഈവനിങ് എന്നുള്ള ഈ പോയത്തിൻ്റെ മോഡേൺ ടൈംസിലെ ആധുനിക കാലത്തിലെ സിഗ്നിഫിക്കൻസ്, പ്രാധാന്യം എന്താണ് എന്നുള്ളതിൽ ഒരു എസ്സേ എഴുതാനാണ്. അപ്പോൾ ഇത്രയുമാണ് സ്റ്റോപ്പിംഗ് ബൈ ദ വുഡ്സ് ഓൺ എ സ്നോയി ഈവനിങ് എന്നുള്ള റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ പോയം. ഇത് കണ്ടാൽ വളരെ സിമ്പിളായിട്ട് തോന്നുന്ന ഒരു പോയമാണ്, പക്ഷേ അതിൻ്റെ ഇന്നർ ഡെപ്തിലുള്ള മീനിങ്സ്, അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനും വ്യാഖ്യാനങ്ങളിലൊക്കെ ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പോയമാണ്. അപ്പോൾ അത് മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.